സർക്കാർ ആശുപത്രിയിൽ ഇപ്പൊ ഭയങ്കര സെറ്റപ്പാടാ. വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും കൊണ്ടുവരുന്നെങ്കിലേ അബദ്ധമായി പോയനെ. ആശുപത്രി മാത്രമല്ല, റോഡ്, ഇലക്ട്രിസിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഭരണപക്ഷ മണ്ഡലമെന്നോ പ്രതിപക്ഷ മണ്ഡലമെന്നോ വ്യത്യാസമില്ലാതെ വൻ വികസനമല്ല വന്നിരിക്കുന്നത്. അതുപോലെ സർക്കാർ സ്കൂളുകളിൽ മുഴുവൻ ഇപ്പൊ ഹൈടെക് ക്ലാസ് റൂമുകളും അതുപോലെ പുതിയ നല്ല കെട്ടിടങ്ങളും. പിന്നെ ഇപ്പൊ റോഡുകളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വലിപ്പ ചെറുപ്പ വ്യത്യാസമൊന്നുമില്ല, അതെല്ലാം റോഡ് സൂപ്പർ ആയിട്ടുണ്ട്. എറണാകുളത്ത് വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലം, ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ അടിപൊളിയല്ലേ? ശരി, സമ്മതിച്ച്. പാലം കെട്ടി. ഇതിനൊക്കെയുള്ള പൈസ എവിടെ നിന്ന് വന്നേന്ന് അറിയാമോ? കടം വാങ്ങിച്ചു കൂട്ടിയതാ. ഇതൊക്കെ എങ്ങനെ തിരിച്ചടക്കിയുണ്ട്? എടാ, ഇത്രയും വലിയ ലക്ഷ്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് ഇച്ചിരി കടം വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ ഒരു ഇത്. എങ്ങനെ തിരിച്ചടക്കെന്ന് പറയാച്ചാ? ചില്ലറ കോടികളാണോ ഉള്ളത്? എടാ, അതായത് ഇപ്പൊ നമുക്ക് കാറില്ല, നമുക്കൊരു കാറ് വാങ്ങണം, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. അതാണ് ശരി, എന്നെ ലോൺ എടുക്കും. അപ്പൊ നമ്മള് നമ്മുടെ വരുമാനത്തിൽ നിന്ന് അല്ല, അവന്റെ വരുമാനത്തിൽ നിന്ന് നമ്മളത് അടച്ചു തീർക്കും. അതേപോലെ കിഫ്ബി കിട്ടുന്ന വരുമാനം അനുസരിച്ച് അവരത് അടച്ചു തീർക്കും. പക്ഷെ ഏട്ടാ, ഈ സ്കൂളുകളൊക്കെ വികസിപ്പിച്ചിട്ടേ അതിൽ നിന്ന് വരുമാനം കിട്ടാനാ? എടാ, അതൊക്കെ സർക്കാർ കാര്യങ്ങളാണ്, അതിനൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു കാറ് വാങ്ങുമ്പോഴും അതിന് പെട്രോൾ അടിക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു വിഹിതം കിഫ്ബിയിലോട്ടാണ് പോണേ. അങ്ങനെയൊക്കെ കടം അങ്ങ് വീടിക്കോളും. ഇവിടെ വികസനം നടക്കണ്ടേടാ, അല്ലെ അതപ്പോ ഇങ്ങനെ കിടന്നാ മതിയാ? എന്റെ ചേട്ടാ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത ചില്ലറ ബാധയാണ് ഉണ്ടാവുന്നത്. എടാ, ഇതൊക്കെ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെലവ് കൂടത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എപ്പോഴും ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നേരത്തെ കാലത്തും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ ഗുണം. അങ്ങനൊന്നും പറയേണ്ട ഒരു കാര്യമില്ല, ഇതെന്തായാലും പണിയാവും. ശരി, ഞാനിപ്പോ പോന്നു. പക്ഷെ കിടിലൻ പോയിന്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരും.